ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഗംഭീരമായ റിസൾട്ട് CPMൻ്റെ വിവിധ കമ്മിറ്റികൾ കൂടി കൂലങ്കഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ചർച്ച ചെയ്തു അവരുടെ അഭിപ്രായങ്ങൾ. ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ ഒരു പത്രക്കുറിപ്പായിട്ട് പുറപ്പെടുവിച്ചു. അതുകൂടാതെ അദ്ദേഹം പത്രസമ്മേളനം നടത്തി വിശദീകരിച്ചു. നമ്മൾ ആ കാര്യം ഇവിടെ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളുടെ ഊഴമാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വിശകലനം ചെയ്യുന്നു, എറണാകുളം ജില്ലാ കമ്മിറ്റി വിശകലനം ചെയ്യുന്നു. ഓരോ ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റും അവരാൽ കഴിയുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും ഇഴ കീറി പരിശോധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശോധന നടക്കുന്നതിനിടയിൽ അവരവിടെ പറയുന്ന അഭിപ്രായങ്ങൾ നമുക്കറിയില്ല. മനോരമയിലും മാതൃഭൂമിയിലൊക്കെ വായിക്കുന്നതാണ്. മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം നടക്കും, മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം എന്ന് ചിലർ പറയുന്നു. അതല്ല, മറ്റ് കാരണങ്ങളുണ്ട്, സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റി എന്ന് ചിലർ പറയുന്നു. ചില പ്രത്യേക സമുദായങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്ന തോന്നൽ, യഥാർത്ഥത്തിൽ പ്രീണിപ്പിക്കുന്നു എന്ന തോന്നൽ മറ്റ് സമുദായങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്കാണ് വെള്ളാപ്പള്ളി നടേശൻ ഈഴവരാതി പിന്നാക്ക സമുദായക്കാരെ എന്തുകൊണ്ട് വോട്ട് മാറ്റി ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ചില തിയറികളൊക്കെ ഇവിടെ അവതരിപ്പിച്ചു. ഏതായാലും ഇതൊന്നും നമ്മുടെ മുഖ്യമന്ത്രി ഏശിയിട്ടില്ല. പുള്ളിയുടെ വർത്തമാനം കേട്ടാൽ UDFന് വലിയ പരാജയം ഉണ്ടായി, LDFന് കൊടിപാറിയ വിജയമുണ്ടായി എന്ന് തോന്നുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് പുള്ളി മുസ്ലിം ലീഗിനെ ഒന്ന് കാര്യമായിട്ട് ഗുണദോഷിക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹം പറഞ്ഞ മുസ്ലിം ലീഗുകാർ ഈ വിജയത്തിൽ അഹങ്കരിക്കേണ്ട കാര്യമില്ല, അവരുടെ മുഖം നഷ്ടമായിരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ മുഖം എന്ന് പറയുന്നത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും മുഖമാണ്. ഈ കാര്യം മുസ്ലിം ലീഗ് വിശദമായി പരിശോധിക്കണം, ആത്മപരിശോധന നടത്തണം, വേണ്ട തിരുത്തൽ വരുത്തണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം. ഏതായാലും ഉപദേശം വളരെ നന്നായിട്ട്. ഇപ്പോൾ ലീഗുകാരെല്ലാവരും പ്രകോപിതരായിരിക്കുകയാണ്. അവർ ഞങ്ങളുടെ കാര്യം മുഖ്യമന്ത്രി അന്വേഷിക്കേണ്ട, ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ സ്വന്തം കാര്യം നോക്കിയാൽ മതി, സ്വന്തം കുടുംബത്തെ കാര്യം, സ്വന്തം പാർട്ടിയിലെ കാര്യം, സ്വന്തം മന്ത്രിസഭയിലെ കാര്യം മാത്രം നോക്കിയാൽ മതി. മുഖം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഞങ്ങളുടെ മുഖച്ഛായയിൽ വന്ന മാറ്റം പഠിക്കുന്നത് എന്നൊക്കെ പറയും. എന്താണ് ഈ മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ ആന്തരാർത്ഥം എന്നാലോചിക്കുമ്പോൾ ഇതിൽ തികച്ചും രാഷ്ട്രീയമായ ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് കുറച്ച് വോട്ടുകൾ ഇടതു മുന്നണിക്ക് കിട്ടിയിരുന്നു. നമുക്കറിയാം, കേരളത്തിലെ മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകൾ UDFന് പിന്തുണക്കുന്നവരാണ്. മലബാറിൽ അത് ലീഗിനെ പിന്തുണക്കുന്നവരാണ്, ലീഗുകാരാണ്, ലീഗിന് പിന്തുണ കൊടുക്കുന്നവരാണ്. തിരുവിതാംകൂർ ഭാഗത്ത് കോൺഗ്രസിന് പിന്തുണക്കുന്നവരാണ്. എന്നാൽ തീരെ ചെറുതല്ലാത്തൊരു വിഭാഗം മുസ്ലിങ്ങൾ പണ്ട് മുതൽക്ക് ഇടതു മുന്നണിക്കാരാണ്, മാർക്സിസ്റ്റുകാരും CPIക്കാരും ഇടത് മനസ്ഥിതി ഉള്ളവരുമാണ്. അത് ഒരു 25% ഏറ്റവും കൂടിയാൽ അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ ബഹുഭൂരിപക്ഷവും ലീഗോ കോൺഗ്രസ്സുമാണ്. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനൊരു മാറ്റമുണ്ടായി, പൂർണ്ണമായ മാറ്റമല്ല. അതിൽ ഒരു വിഭാഗം, തീരെ ചെറുതല്ലാത്തൊരു വിഭാഗം ആളുകൾ കൂടി ഇടതു മുന്നണിക്ക് പിന്തുണ കൊടുത്തു. അത് പല മണ്ഡലങ്ങളിലും ആ ഒരു പ്രതിഭാസം വളരെ വ്യക്തമായിരുന്നു. ഒരു ഉദാഹരണം, നമ്മുടെ PC ജോർജ് മത്സരിച്ച പൂഞ്ഞാർ മണ്ഡലമാണ്. അവിടെ PC ജോർജിനെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാരും ലീഗുകാരുമായ മുസ്ലിങ്ങൾ വരെ ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് വോട്ട് ചെയ്തു. അങ്ങനെയാണ് കുളത്തുങ്കൽ ജയിച്ചത്. DCC പ്രസിഡൻ്റായിരുന്ന ടോമി കല്ലാനി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാവ് VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ മത്സരിച്ച കളമശ്ശേരി മണ്ഡലത്തിൽ നമ്മൾ വോട്ട് നില സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ കാണുന്ന ഒരു കാഴ്ച, ഹിന്ദു മെജോറിറ്റിയുള്ള ബൂത്തുകളിൽ P രാജീവ് ലീഡ് ചെയ്തു, മുസ്ലിം മെജോറിറ്റിയുള്ള ബൂത്തുകളിലും P രാജീവ് തന്നെ ലീഡ് ചെയ്തു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങളിൽ തന്നെ തെറ്റല്ലാത്തൊരു വിഭാഗം P രാജീവിന് വോട്ട് ചെയ്തു, ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ അബ്ദുൽ ഗഫൂറിനെ തോൽപ്പിക്കാൻ വേണ്ടി. അത് അവിടെ ഉള്ള പല കിടമത്സരങ്ങളും പിന്നെ മറ്റ് പല കാരണങ്ങളുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. മലപ്പുറം ജില്ലയിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും മുസ്ലിം വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായി. മലപ്പുറം ജില്ലയിൽ പോലും ചെറുതായ ചോർച്ച ഉണ്ടായി എന്നുള്ളതാണ് 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ് നൽകുന്ന പൊതുചിത്രം. അതിനുശേഷം മുസ്ലിം ലീഗിൻ്റെ ശക്തി ക്ഷയിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകളിൽ ഒരു ഭിന്നത ഉണ്ടാക്കുന്നതിന് വേണ്ടി കരുതി കൂട്ടി ചില ശ്രമങ്ങൾ ഇടതു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന രീതിയിലുള്ള പ്രീണനമല്ല എങ്കിൽ പോലും ഈ മുസ്ലിം വോട്ടർമാരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ശ്രമം പിണറായി സർക്കാർ നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ താനൂർ വോട്ടപകടം ഉണ്ടായപ്പോൾ ഉടനെ തന്നെ മുഖ്യനും മരുമോനും കൂടി അവിടെ ചെന്ന് ഈ വോട്ടപകടത്തിൽ മരിച്ച എല്ലാവർക്കും 10 ലക്ഷം രൂപ വെച്ച് അപ്പം തന്നെ മന്ത്രിസഭാ തീരുമാനമൊന്നുമില്ലാതെ അവിടെ വെച്ച് പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെയാണ് മറ്റേ എലത്തൂർ തീവണ്ടി കത്തിക്കൽ സംഭവം ഉണ്ടായല്ലോ. തീവണ്ടിയിൽ നിന്ന് ചാടി മരിച്ച ആ 3 പേർക്കും ഇതുപോലെ 10 ലക്ഷം രൂപ അപ്പോൾ തന്നെ പ്രഖ്യാപിക്കും, ഉടനെ തന്നെ കൊടുക്കുകയും ചെയ്യും.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ശ്രമം ഒരു ഭാഗത്ത് കൂടി നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ഉണ്ടായിട്ടുള്ള ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനെ പരമാവധി പർവ്വതീകരിക്കാൻ ഈ വിവിധ മതപണ്ഡിതന്മാർക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കാനും അതുവഴിക്ക് മുസ്ലിം ലീഗിനെ ദുർബലമാക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെന്ന് പറഞ്ഞാൽ ഏതാണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ദേശീയ ജനറൽ സെക്രട്ടറിയുടെ അത്ര ഇല്ലെങ്കിൽ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ നിലവാരത്തിലേക്ക് ഉയർന്നത്. എല്ലാ കാര്യങ്ങളും മുത്തുക്കോയ തങ്ങളോട് ആലോചിച്ചിട്ടാണ് പിണറായി വിജയൻ ചെയ്യുന്നത് എന്നൊരു ധാരണ വരുത്തി. സത്യത്തിൽ ഈ മുത്തുക്കോയ തങ്ങൾ വിചാരിച്ചാൽ എത്ര വോട്ട് ഭിന്നിപ്പിക്കാൻ പറ്റും എന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. ഇത് മുത്തുക്കോയ തങ്ങളോടുള്ള ബഹുമാനം കൊണ്ടോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടുള്ള ആദരവ് കൊണ്ടൊന്നുമല്ല. അങ്ങനെ ഒരു ആദരവുമില്ല. ഇത് മുസ്ലിം ലീഗിനെ താഴ്ത്തി കിട്ടാനും പാണക്കാട് തങ്ങളടക്കമുള്ളവരെ ഒന്ന് ഇരുത്താനും വേണ്ടി ചെയ്ത പരിപാടിയാണ്. ഒരു ചെറിയ പരിധി വരെ ലീഗുകാരുടെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ അതുകൊണ്ട് ഉപകരിക്കുകയും ചെയ്തു. ആ സുപ്രഭാതവും ചന്ദ്രിക തമ്മിലുണ്ടായ തർക്കം, ലീഗും സമസ്തയും തമ്മിലുണ്ടായ ചില വെല്ലുവിളികൾ, ഇതൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിരുന്നില്ല, വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞുപോയി. എങ്കിൽ പോലും ഇത് വച്ച് മുതലെടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് സമസ്തയ്ക്ക് പ്രിയങ്കരനായ KS ഹംസ എന്ന് പറഞ്ഞ ഒരു ലീഗുകാരനെ ലീഗിൽ നിന്ന് രാജിവെപ്പിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ചിഹ്നത്തിൽ പൊന്നാനിയിൽ മത്സരിപ്പിച്ചപ്പോൾ ഇവർ വിചാരിച്ചത് ഈ സമസ്തയോടുള്ള ബഹുമാനം കൊണ്ട് മൊത്തം ലീഗുകാരും KS ഹംസയ്ക്ക് വോട്ട് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഹംസ ജയിക്കും, സമദാനി തോൽക്കും എന്നാണ്. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? സമദാനിയുടെ ഭൂരിപക്ഷം വർദ്ധിച്ചു, പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്തി. അതുപോലെ തന്നെ നമ്മുടെ മൗദൂദി ചാനലുകാരും ഏതാണ്ട് ഈ അഭിപ്രായം പറഞ്ഞു. ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയത് വമ്പിച്ച ഒരു രാഷ്ട്രീയ നീക്കമാണ്. ഹംസയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കരീമിൻ്റെ വിജയവും ഉറപ്പിച്ചു. ഏത് കരീം? നമ്മുടെ കരീം കക്ക് എന്ത് സംഭവിച്ചു നമുക്കറിയാം. 1.5 ലക്ഷം വോട്ടിന് കരീം ഡീസൻ്റായിട്ട് തോറ്റു. സമസ്തയുടെ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിശബ്ദമായ പിന്തുണ കൊണ്ടോ ഒന്നും കരീം കക്ക് ജയിക്കാൻ പറ്റിയില്ല. കരീം ധൈര്യമായിട്ട് തോറ്റു. എന്ന് മാത്രമല്ല, മലബാർ ഭാഗത്തെമ്പാടും മുസ്ലിം ലീഗ് പ്രവർത്തകർ വലിയ ആവേശത്തോടുകൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയിൽ കൊണ്ട് പ്രവർത്തിച്ചു. അങ്ങനെയാണ് MK രാഘവൻ കോഴിക്കോട്ടും, ഷാഫി പറമ്പിൽ വടകരയിലും, K സുധാകരൻ കണ്ണൂരും, രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോട്ടും വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചു. എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഭൂരിപക്ഷം വർദ്ധിച്ചു. കാരണം മുസ്ലിം വോട്ട് ഏറെക്കുറെ പൂർണ്ണമായി 98% ഈ UDF സ്ഥാനാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടി. അതിന് മലബാർ ഭാഗത്തെ ഭൂരിപക്ഷം കണ്ട് നമ്മൾ പേടിച്ചു. VK ശ്രീകണ്ഠൻ്റെ ഭൂരിപക്ഷം നോക്കുക, അല്ലെങ്കിൽ MK രാഘവൻ്റെ ഭൂരിപക്ഷം, K സുധാകരൻ്റെ ഭൂരിപക്ഷം. അങ്ങനെ ലീഗിൻ്റെ വലിയ പിന്തുണയിൽ മലബാർ കീഴടക്കി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടക്കോത്തളങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി. ഈ സമസ്തയെ വച്ച് ലീഗിനെ ഭിന്നിപ്പിക്കാം എന്ന പിണറായിയുടെ പ്ലാൻ പരാജയപ്പെട്ടു. ഇതിൻ്റെ പുറകിൽ നമ്മുടെ KT ജലീലിൻ്റെ ബുദ്ധിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ജലീലാണ് ഇതുപോലുള്ള ആശയം കുറച്ച് നാളായിട്ട് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിലായിരിക്കും ഇതുപോലൊരു ഐഡിയ തോന്നിയത്. ഇനി സമസ്തയെ വച്ച് ലീഗിനെ ഇല്ലായ്മ ചെയ്യാം എന്ന് വിചാരിച്ചു. അത് പാളിസായി. തിരുവിതാംകൂർ ഭാഗത്തും ഒരു വ്യത്യാസമില്ല. അവിടെ മുസ്ലിം വോട്ടർമാർ UDFന് തന്നെ വോട്ട് ചെയ്തു. അതിപ്പോൾ ഏത് മണ്ഡലത്തിൽ നോക്കിയാലും നമുക്ക് വ്യക്തമാണ്. എറണാകുളത്താവട്ടെ, ഇടുക്കിയിലാവട്ടെ, കോട്ടയത്താകട്ടെ, ആലപ്പുഴയിൽ ആരിഫ് ഇവർക്ക് വളരെ പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം ഈ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരുപാട് വിറക് വെട്ടും വെള്ളം കോരും ചെയ്ത ആളാണ്. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? മണ്ണഞ്ചേരിയിൽ പോലും KC വേണുഗോപാൽ ലീഡ് ചെയ്തു. ഈ ആരിഫിനെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിച്ച പോപ്പുലർ ഫ്രണ്ടുകാർ വോട്ട് ചെയ്യുന്ന സമയത്ത് വന്നപ്പോൾ KC വേണുഗോപാലിന് വോട്ട് ചെയ്തു. ആരിഫ് ഡീസൻ്റായിട്ട് തോറ്റു. 2 അസംബ്ലി സെഗ്മെൻറ്റ്സിൽ പുള്ളി പുറകിലായിപ്പോയി. ഇതുകൊണ്ട് വേറെ വലിയ അപകടം കൂടി സംഭവിച്ചു. എന്നറിയാമോ? ഈ പിണറായി വിജയൻ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയാണെന്നൊരു തോന്നൽ ഹിന്ദുക്കളുടെ ഇടയിൽ വ്യാപകമായിട്ടുണ്ടായി, ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ടായി. അതുകൊണ്ടാണ് സുരേഷ് ഗോപി ക്രിസ്ത്യൻ മേഖലകളിൽ ലീഡ് ചെയ്തത്. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ വലിയ വെല്ലുവിളി ഉയർത്തിയത്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കാര്യം മനസ്സിലായി. എന്താണ്? സമസ്തയെ പ്രീണിപ്പിച്ചാലൊന്നും ലീഗിനെ ഭിന്നിപ്പിക്കാൻ പറ്റുകയില്ല. അപ്പോൾ പുള്ളി പറയുകയാണ് ലീഗിൻ്റെ മുഖച്ഛായയ്ക്ക് വലിയ മാറ്റം വന്നിരിക്കുന്നു, ഇത് ഉടനെ ശരിയാക്കണം. അത് ശരിയാക്കില്ലെങ്കിൽ പുള്ളി പ്ലാസ്റ്റിക് സർജറി നടത്തി ശരിയാക്കും എന്നാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് തോറ്റതിൻ്റെ കുറ്റം ലീഗിൻ്റെ പെടലിലേക്ക് വെച്ച് കെട്ടി വെള്ളാപ്പള്ളി നടേശനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് നമ്മുടെ പാവപ്പെട്ട മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് മാത്രം ബുദ്ധിയുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ വെറും വിഡ്ഢികളാണ്, പൊട്ടന്മാരാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ കണ്ണിലെ കോല ആദ്യം എടുത്ത് മാറ്റുക, എന്നിട്ട് ബാക്കിയുള്ളവൻ്റെ കണ്ണിലെ കരട് തരിക. അതായിരിക്കും ഒന്നുകൂടി ഭംഗി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.